ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭാമാതാവ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമെന്ന് ഏറ്റുപറയുന്ന ഇന്ന ദിവസം നമ്മെ ഓരോരുത്തരെയും പരിപൂർണമായി ക്രിസ്തുവിനെ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മളെയും നമ്മുടെ വ്യാപാരങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ഈ ദിവലിയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ,
ഉചിതമാണു മധുരമാ ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോർസ്മേ പണിയുമങ്ങു പാലകൻ. ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. ശാന്തി കാണുകയും കനിവിയൊന്നുരങ്ങിയും ഭുവനദുഃഖമുക്തിയും വാഴ്ത്തിടാം മഹേശ്വരി. കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. ശാന്തി തേടിടുന്നിത തന്നിലെന്നുമാകുല താതരെന്ന പോലവേ സുതരുമാത്മനും സദാ സ്തുതിയനാദികാലവും നിത്യമെന്നും എപ്പോഴും. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ നീക്യം. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ നീക്യം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും
അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരി പുസ്തകോരസ്ലിയ എഴുതിയ ലേഖനം മരണപത്രത്തിൻ്റെ കാര്യത്തിൽ അത് എഴുതിയവൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സ്വാധീനിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരു സാധ്യതയുമില്ലല്ലോ. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെന്ന ആട്ടിൻ രോഗവും ഈസോപ്പ് ചെടി ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തെളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് ഏൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രത്തിന്മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളുടെ സദൃശ്യമായി ഇവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു. സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ വഴികളാകും. മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്ന പോലെ പല പ്രാവശ്യം തന്നെ ആയിരുന്നെങ്കിൽ രോഗാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപപരിഹാരം അർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്റെ സഹോദരനെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പിന്നീട് അവൻ എന്നെ കിഴക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ നദീതീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ അപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്തു നിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിൻ്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ച് കഥ പറയാറുണ്ട്. ഒരു കുട്ടിക്ക് ഒരു കല്ല് കിട്ടുന്നു. ആ കല്ലുമായി അവൻ അപ്പൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ അപ്പൻ പറയുന്നു, നീ അത് ചന്തസ്ഥലത്ത് കൊണ്ടുപോയി അതിൻ്റെ മൂല്യം എന്താണെന്ന് ചോദിച്ചറിയില്ല. അവർക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ പറയാതെ 2 എന്ന് ഉറക്കെ കൈകൊണ്ട് കാണിക്കുക. അങ്ങനെ അവൻ ഓടി ചന്തസ്ഥലത്തേക്ക് പോകുന്നു. ചന്തസ്ഥലത്ത് അവൻ ആ കല്ല് കാണിച്ചിട്ട് ചില മനുഷ്യരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അവൻ 2 എന്ന് ഉയർത്തിപ്പിടിച്ചത് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 200 രൂപ തരാം. അവന് സന്തോഷമായി. അവൻ ഓടി വന്ന് അപ്പനോട് പറയുന്നു, എനിക്ക് 200 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ പറഞ്ഞു, അത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി കാണിക്കുക, അതിനെന്ത് മൂല്യമുണ്ടെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാവും. അവനങ്ങനെ ആ കല്ലുമായി മ്യൂസിയത്തിൽ കൊണ്ടുപോയി. അപ്പോഴും അവനൊന്നും തന്നെ സംസാരിക്കാതെ 2 എന്ന് ഉയർത്തി കാണിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാനിതിന് 2000 രൂപ തരാം. അവൻ ഓടി വന്ന് അപ്പൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇതിന് 2000 രൂപ തരാമെന്നാണ് പറഞ്ഞത്, ഇത്രയും ഇതിന് മൂല്യമുണ്ടോ? അപ്പോൾ അപ്പൻ പറഞ്ഞു, നീ ഇത് ജ്വല്ലറിക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്ന് അവിടെ കാണിക്കുക. അപ്പോൾ ജ്വല്ലറിയിലെ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇവൻ ഓടിച്ചെന്നു. ഈ കല്ല് കണ്ടപ്പോൾ ആ ജ്വല്ലറി ഉടമ വളരെ ആഹ്ലാദത്തോടുകൂടി പറഞ്ഞു, ഈ കല്ല് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിന് 2 കോടി രൂപ തരാം. അവൻ ഓടി വന്ന് അപ്പൻ്റെ അടുത്തേക്ക് വന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞു, എനിക്ക് 2 കോടി രൂപ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പൻ അവനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ കല്ലിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് മാത്രം നിന്റെ കല്ല് കാണിക്കുക, അപ്പോഴേ നിന്റെ മൂല്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ചോദ്യവും അതോടൊപ്പം തന്നെ സദൂക്കായരെയും ഫരിസയരെയും ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള ഉത്തരവും ചോദ്യവുമൊക്കെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുക. സ്വന്തം ഉണ്മയെക്കുറിച്ച് അല്ലെങ്കിൽ സത്തയെക്കുറിച്ച് വളരെ വ്യക്തമായി റീഡിഫൈൻ ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ കാണുക. തൻ്റെ തന്നെ ഉണ്മയും സത്തയും എന്താണ് എന്ന് വ്യക്തമായി എല്ലാവരുടെയും മുമ്പിൽ വരച്ചു കാണിക്കുന്ന ക്രിസ്തുവിൻ്റെ ഇന്നത്തെ സുവിശേഷ സന്ദേശം നമ്മളെയൊക്കെ കൂടുതൽ ചിന്തിപ്പിക്കാൻ ഉതകുന്നതാണ്. എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിയമം മാത്രമാണ് ജീവിതമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സദുക്കായരെയും ഫരിസയരെയും ഉത്തരം മുട്ടിക്കുന്ന ക്രിസ്തുവിനോട് പിന്നീട് ഒന്നും തന്നെ ചോദിക്കാൻ അവർ മുതിർന്നില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. അത്രയും കൃത്യമായിട്ടുള്ള ഉത്തരവാണ് ക്രിസ്തു നൽകുക. ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം വളരെ അടിസ്ഥാനപരമായ ചോദ്യമാണ്.
ഞാൻ ആരുടെ പുത്രനാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ സദുക്കായർ ഉത്തരം പറയുന്നത് ദാവീദ് വംശത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ദാവീദ് വംശത്തിൽപ്പെട്ട രാജാവാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് അകന്നു മാറാനാണ് ക്രിസ്തു ആഗ്രഹിക്കുക. ദാവീദിൻ്റെ വംശത്തിലുള്ള ഒരു രാജാവല്ല എന്ന് അകലം പാലിച്ചുകൊണ്ട് തന്നെ ക്രിസ്തു ആഗ്രഹിച്ചുകൊണ്ട് അവരോട് കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു സന്ദർഭം നമുക്ക് ഇതേ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1 മുതൽ 22 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ശ്ലീഹ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട രാജാവാണെന്നല്ല പറയുന്നത്. തിരിച്ചറിയുന്ന പത്രോസ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നീ സത്യമായും ദൈവത്തിൻ്റെ പുത്രനാണ്. ദാവീദ് രാജാവിൻ്റെ വംശത്തിൽപ്പെട്ടവനും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പുത്രനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കുക. ജെറൂസലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് മനുഷ്യരൊക്കെ വിളിച്ചു പറയുന്നത് ദാവീദിൻ്റെ പുത്രൻ ഓശാന, അത്യുന്നതൻ്റെ രാജാവിന് ഓശാന എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായ സ്തുതി പാടുന്ന മനുഷ്യരെ കണ്ടുമുട്ടും. പക്ഷേ ക്രിസ്തു അതിലൊന്നും വലുതായി അഭിരമിക്കുന്നില്ല. പ്രത്യേകമായിട്ടുള്ളൊരു അകലം പാലിച്ചുകൊണ്ട് ക്രിസ്തു പിന്നീട് അവൻ്റെ പീഡാനുഭവത്തിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ യാത്രയാകുന്നു. പ്രധാന പുരോഹിതൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണ്? അപ്പോൾ ക്രിസ്തു കൃത്യമായി തന്നെ ഉത്തരം പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ഭൂമിയിലുള്ള രാജാവിൻ്റെ ഒരു അനുവാചകനല്ല എന്ന് കൃത്യമായി ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവല്ല. രാജാവിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കൊക്കെയുണ്ട്. കിരീടമുള്ള മനോഹരമായ വസ്ത്രം ധരിക്കുന്ന, വിവിധ വർണ്ണങ്ങളുള്ള, എപ്പോഴും ആഢ്യത്വം തുളുമ്പുന്ന നല്ലൊരു രൂപം. പക്ഷെ ഇതൊന്നുമല്ല ക്രിസ്തു എന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാജാവിനൊരു പ്രത്യേകതയുണ്ട്. കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു രാജാവാണ്, തോൽവിയുള്ള രാജാവ്. ഈ തോൽവി കൊണ്ട് തന്നെ മനുഷ്യരെ മുഴുവൻ നേടിയ ഒരു രാജാവ്. വ്യത്യസ്തനായ, ഒരിക്കലും ചിന്തിക്കാൻ കൂടി പറ്റാത്ത തരത്തിലുള്ള ഒരു രാജസങ്കല്പമായതുകൊണ്ടാണ് സദുക്കായരും ഫരിസയരും ഒക്കെ അവനെ എതിർക്കുന്നത്. അവർ ചിന്തിക്കുന്നത് മുഴുവൻ ഭൂമിയിലെ രാജാവിൻ്റെ ഒരു പിൻഗാമിയാണെന്നാണ്. സദുക്കായരെയും ഫരിസയരെയും ഒക്കെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു, ഞാൻ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണെങ്കിലും ഞാൻ ഭൂമിയുടെ രാജാവല്ല, മറിച്ച് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വന്ന രാജാവാണ്. ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ ഒരിക്കലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ, സ്വാഭാവികമായിട്ടുള്ള ഭൂമിയുടേതായിട്ടുള്ള രീതിയിലൊന്നും ജീവിച്ചാൽ പോരാ എന്ന് നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും നേതാക്കന്മാരെ പോലെയല്ല ഞാൻ എന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. മറിച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും ഒന്നും ഉരിയാടാതെ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി എല്ലാം സഹിക്കുന്ന ഒരു രാജാവ് സങ്കല്പത്തെയാണ് നമ്മൾ ക്രിസ്തുവിൽ കാണുക. സഹനത്തിൻ്റെ ഒരു പുത്രനായിട്ടാണ് ഈശോയെ നമ്മൾ അവതരിക്കുക. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ അതിന് കൂടുതൽ മൂല്യമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു രാജാവ്. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന രാജാവ്. തൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ സുഖഭോഗങ്ങളും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു രാജാവ്. ഇങ്ങനെയുള്ളൊരു രാജ്യസങ്കല്പത്തിലാണ് ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക. നീയും ജീവിക്കേണ്ടത് ഈ രാജാവിൻ്റെ മകനായിട്ടാണ്. നിന്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും സുഖഭോഗങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിലെ ക്രിസ്തു സാധ്യത ഉടലെടുക്കുന്നത്. ഒളിഞ്ഞിരിക്കുന്നൊരു ക്രിസ്തു സാധ്യത നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സൗകര്യങ്ങളൊക്കെ മാറ്റിവെക്കാനുമുള്ള ഒരു ക്രിസ്തു സാധ്യതയെ കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു രാജ്യൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സ്വയം അപകടപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവം, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്ന് പറയുന്ന മനുഷ്യൻ,
തൻ്റെ ജീവൻ അപകടത്തിലായിട്ട് പോലും തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി രാജ്യത്വം സ്ഥാപിക്കുന്ന ഒരു മനുഷ്യൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ രാജ്യസങ്കല്പം. ആത്മദാനത്തിൻ്റെ ഒരു വലിയ കൊടുമുടിയിൽ നമുക്കത് വേണ്ടി ജീവനർപ്പിക്കുന്ന ഈ ക്രൂശിതനെയാണ് നമ്മളൊക്കെ അനുകരിക്കുന്നത്. സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നതാണ് ക്രൂശിതൻ്റെ സ്വഭാവമെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ഈ ജീവിത രീതിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വരേണ്ടത്. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് തോൽവികളുണ്ടാകാം. ഈ തോൽവികൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് ഉപകാരപ്പെടുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പ്രാഞ്ചിയേട്ടൻ പുണ്യാളിനോട് പറയുന്നുണ്ട്, ഏറ്റവും അവസാനം ഞാൻ പത്മശ്രീക്കൊക്കെ വേണ്ടി ഒരുപാട് ഓടി, ഇനി നിന്റെ മകനായിട്ടെങ്കിലും എന്നെ നീ സ്വീകരിക്കണം. അപ്പോൾ പുണ്യാളൻ പ്രാഞ്ചിയേട്ടനോട് പറയുന്നുണ്ട്, എൻ്റെ പ്രാഞ്ചി, യഥാർത്ഥത്തിൽ തോൽവിയും ജയമൊക്കെ എന്താണ്? തോൽവി എന്നതും ജയമെന്നതുമൊക്കെ വെറും ആപേക്ഷികം മാത്രമാണ്. എന്നിട്ട് 3 കാര്യങ്ങളെക്കുറിച്ച് 3 ചിത്രങ്ങൾ പുണ്യാളൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ജോസും ഓമനയുമായിട്ടുള്ള പ്രണയത്തിൻ്റെ ദാരുണമായ അന്ത്യം. രണ്ടാമതായി അജയ് വാര്യർ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ സമ്പത്ത് മുഴുവൻ അടിച്ചെടുത്ത് അവസാനം സെൻട്രൽ ജയിലിലായി അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ചിത്രം. മൂന്നാമതായി തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പത്മശ്രീയെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. ഇങ്ങനെ 3 ചിത്രങ്ങൾ അവൻ്റെ മുമ്പിൽ വരച്ചിട്ട് പുണ്യാളൻ പറയുന്നു, നീ കാണുന്നതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ജയവും തോൽവിയും. ഭൂമിയിലെ തോൽവിയൊന്നും യഥാർത്ഥത്തിൽ തോൽവിയല്ലട. ഇതുതന്നെയാണ് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന തോൽവികളും പരാജയങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കൂടുതൽ സ്വീകാര്യമാകുമെന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരുടെ മുമ്പിലുള്ള തോൽവികളൊന്നും യഥാർത്ഥത്തിൽ തോൽവികളല്ല. മറ്റുള്ളവൻ്റെ ജീവിതത്തിന് വേണ്ടി സ്വയം ജീവിച്ചു തീർത്ത് പലപ്പോഴും പരാജയപ്പെട്ടെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ്റെ മുമ്പിൽ നിനക്ക് വിജയമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വരേണ്ടത്. മറ്റുള്ളവർക്കായി കൊടുക്കുന്ന ആത്മദാനത്തിൻ്റെ പ്രതീകമായി മാറുന്ന ചില ജീവിതങ്ങൾക്കാണ് ദൈവം മാർക്കിടുക. ഈ മാർക്കിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു സാധ്യതയെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്കായി കൊടുക്കുകയും നമ്മുടെ സൗകര്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്കായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തു ശൈലിയിലേക്ക് ജീവിക്കാനായി നമുക്ക് പ്രത്യേകമായി ആഗ്രഹിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മാത്രത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ കൊടുക്കുകയുണ്ടായിരിക്കുന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യസൗഭാഗ്യത്തിലേക്ക് നൽകുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്നേഹമാരും അവരുടെ ചിന്താതികൾ വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതനായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് കർമ്മനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് മലയാളമായ ബോസ്കോ മെത്രാനെയും മറ്റു മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും ധർമ്മലോകമായിരിക്കുവാൻ അവർക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. എല്ലാ ജനഗണങ്ങളും നിന്നെ രക്ഷകനായി വിളിച്ചുപറയുവാനും നിന്നെ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ കുടുംബവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും അവരോരുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീക്ക് ഞങ്ങൾ തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായി നിന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ നീ പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ
ഞങ്ങളും നിന്നിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനോട് ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയായി ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമേ. വിശ്വാസസ്നേഹത്തിലും വിശ്വാസമായ എല്ലാ ഭരണാക്കളെയും സത്യവിശ്വാസത്തിന് മരിച്ച് ഈ ലോകം വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുമേ. ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സർവ്വ ജീവനും കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
നമുക്കെല്ലാവർക്കും മരണാന്തര വിശ്വാസത്തിലും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരത്തിൽ നിന്ന് ഇവിടെ വസിക്കുന്ന സൃഷ്ടി വീക്ഷിക്കുവാൻ ഭക്തിമാരെ പ്രദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമാധാനം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുതാഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാന്തരും മറ്റൊരും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. വിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൃഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായി നീക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു.
സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാതിരാജനായ ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കൊണ്ടുവരാം. നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട അവൻ്റെ ശരീരം നമ്മളെ ഓരോരുത്തരെയും രാജ്യത്വത്തിലേക്ക് ക്ഷണിക്കാനായിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ മനസ്സിലോർത്തുകൊണ്ട് യേശുവിൻ്റെ ആത്മദാനത്തിൻ്റെ ആ ശൈലി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്താക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടി, പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി, പുരോഹിതന്മാർ, സന്യാസിനി സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടി, ഇവിടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ, ആരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും, ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും, ഞങ്ങളോട് വിരോധമുള്ളവർക്ക് വേണ്ടിയും, ഞങ്ങൾക്ക് വെറുപ്പുള്ളവർക്ക് വേണ്ടിയും,
കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത യുവതി യുവാക്കൾക്ക് വേണ്ടി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും, എല്ലാ ഗർഭിണികൾക്കും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടിയും, കൊറോണ ബാധിച്ച് ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയും, ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയും, അയോഗ്യനും ഭാവിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും അശുദ്ധരുമാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗ്ഗം യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ
ദിവസങ്ങളിലെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുവാദത്തോടെ അപരാധങ്ങൾ ബന്ധിച്ചുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും വാങ്ങി യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ കളങ്ങളെ വെടിഞ്ഞ് നമ്മുടെ മനസ്സെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും ഭസ്താത്മാവിനാൽ പൗത്രീകപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പേടും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇപ്പൊ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാവിനെ രക്ഷിക്കുകയും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവത്തിൻ്റെ രാജ്യം സംസ്ഥാപിതമാകാൻ വേണ്ടി പ്രാർത്ഥിച്ച രാജാതിരാജനായ ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. വിശ്വാസമാകുന്ന പാപമേ, തന്റെ സഭയെ പടുത്തുയർത്തുകയും സ്ത്രീഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരെയും സഭയ്ക്ക് നൽകുകയും ചെയ്യുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോം സിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, തുടർന്ന് വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മനസ്സിലാവാനുള്ള ശുദ്ധവും പരിശുദ്ധവും ജീവതായവും ദൈവരഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദൈവത്തിന് സ്നേഹിക്കുന്നതിനെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായി സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ ആനന്ദ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യവാനായ മിശിഹായെ, അങ്ങയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമേ, ഞങ്ങളി പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിങ്ങൾ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുണ്യക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിന്നീട് ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. നലിയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും അങ്ങയോടുകൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ,